2 വലിയ ഉള്ളി ഉണ്ടെങ്കിൽ വേഗം തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു 4 മണി പലഹാരം ഉണ്ടാക്കിയാലോ. ചൂടോടെ കഴിക്കാൻ അടിപൊളി ടേസ്റ്റാട്ടോ. ഈസി ആയിട്ട് ഉണ്ടാക്കാനും പറ്റും. അപ്പോൾ അതിനായിട്ട് നമുക്ക് 2 വലിയ ഉള്ളി അങ്ങനെ വട്ടത്തിൽ അരിഞ്ഞെടുക്കാം കേട്ടോ. ഇനി ഒരു 3 ബ്രെഡ് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മിക്സി ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം കേട്ടോ. അപ്പം നമുക്കിത് പൊരിക്കാനുള്ള മാവ് കൂടെ റെഡിയാക്കി എടുക്കാം കേട്ടോ. ഞാൻ ആച്ചീൻ്റെ ബജി മാവാണ് വാങ്ങൽ. ഇന്നിപ്പോൾ അത് കിട്ടിയില്ല. അതുകൊണ്ട് തന്നെ ഇപ്പം ഇത് മിഥുന എന്ന് പറഞ്ഞൊരു ബ്രാൻഡിൻ്റെയാണ്. എന്താണ് ടേസ്റ്റ് എന്നൊന്നും അറിയില്ല. എന്തായാലും നമുക്ക് ഉണ്ടാക്കി നോക്കാം. അപ്പം അതൊരു പാത്രത്തിലേക്ക് നമുക്ക് ആവശ്യത്തിന് എടുത്തിട്ട് കുറച്ച് പച്ചവെള്ളം കൂടെ ഒഴിച്ച് കട്ടകളൊന്നും ഇല്ലാണ്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഈ മിക്സിലേക്ക് നമുക്ക് ഉള്ളികളൊക്കെ ഇട്ടിട്ട് ബ്രെഡ് ക്രംസിൽ മുക്കിയിട്ട് നമുക്ക് പൊരിച്ചെടുക്കാം. ഞാനിത് ഫുള്ളായിട്ട് ഈ മാവിലേക്ക് ഇട്ടിട്ട് കുഴച്ചിട്ടാണ് ബ്രെഡ് ക്രംസിൽ മുക്കിയത്. നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ അങ്ങനെ ഉണ്ടാക്കണ്ട കേട്ടോ. ഇങ്ങനെയാകുമ്പോൾ ഭയങ്കര റിസ്ക്കാണ്. ഓരോന്ന് മാവിലിട്ടിട്ട് പിന്നെ ബ്രെഡ് ക്രംസിലിട്ടിട്ട് പൊരിച്ചെടുത്താൽ മതി. അതാണ് കുറച്ചും കൂടെ ടേസ്റ്റും കാണാനും കുറച്ചും കൂടെ പെർഫെക്ഷൻ അതായിരിക്കും. ഞാൻ ഇങ്ങനെ ഉണ്ടാക്കിയത് കൊണ്ട് തന്നെ കാണാൻ എൻ്റെ വലിയ ലുക്കില്ലായിരുന്നു, പക്ഷെ ടേസ്റ്റൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്കിത് ഓരോന്നായിട്ട് ഇങ്ങനെ പൊരിച്ചെടുക്കാം. നല്ല ചൂടായ എണ്ണയിലേക്ക് നമുക്ക് ഓരോന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് വേഗം തന്നെ പൊരിച്ചെടുക്കുക. അത് വേഗം തന്നെ ആവും കേട്ടോ. നമുക്ക് ചായ ആകുമ്പോഴത്തേക്കും ആക്കാൻ പറ്റുന്ന കടികളിൽ ഒരു കടിയാണ്. ടേസ്റ്റും അടിപൊളി ടേസ്റ്റാണ്, ഉണ്ടാക്കാനും ഈസിയാണ്. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലാത്തവർ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഈസിയാണ്, ടേസ്റ്റുമാണ്.